ഇന്നത്തെ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. ആയതിനെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ പറയാം. US GDP 3.3 എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. 4.38 GDP എക്സ്പാൻഡ് ചെയ്തു എന്നുള്ളത് പോസിറ്റീവ് ന്യൂസാണ്. ഇന്നലെ US മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. നാസ്ഡാക്ക് 132 പോയിന്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡോ ജോൺസ് ഫ്യൂച്ചർ 30 പോയിന്റ് പ്ലസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ജർമ്മൻ മാർക്കറ്റായ ഡെക്സ് 128 പോയിന്റ് പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നലെ നിഫ്റ്റി എക്സ്പയറി ആയിരുന്നു. നിഫ്റ്റി ഇന്നലെ ഫ്ലാറ്റ് ആയിട്ട് ക്ലോസിംഗ് നടത്തി. നിഫ്റ്റി ഓൾ ടൈം ഹൈയുടെ 100 പോയിന്റ് മാത്രം താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഇന്ന് ഒരു അപ്പ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സാന്താ റാലി എന്ന രീതിയിലൊക്കെ ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നല്ല അടുത്തൊരു ബിഗ് ന്യൂസ് ഉള്ളത്, ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ആദ്യമായിട്ട് $4,500 ടച്ച് ചെയ്തു. അതായത് ഇന്നലെ ഏകദേശം $30 ഗോൾഡ് ഇന്നലെ കയറിയിരുന്നു. അപ്പോൾ നമുക്ക് നിഫ്റ്റി ഈ കൊല്ലം നോക്കുകയാണെങ്കിൽ ഏകദേശം 10% നിഫ്റ്റി നമുക്ക് റാലി തന്നു. ഗോൾഡ് ആണെങ്കിൽ ഏകദേശം ഒരു 8% റിട്ടേൺ മാത്രമാണ് ഈ കൊല്ലം നമുക്ക് തന്നിട്ടുള്ളത്. സിൽവറും ഓൾ ടൈം ഹൈ അടിച്ചു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ്. നമ്മുടെ നിഫ്റ്റി അനലിസ്റ്റുകളുടെ എക്സ്പെക്റ്റേഷൻ പ്രകാരമാണെങ്കിൽ 30,000 വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ നിഫ്റ്റി കടക്കും എന്നാണ് പറയുന്നത്. കാരണം SIP ഇൻഫ്ലോ 30,000 കോടിയോളം SIP ഇൻഫ്ലോ മന്ത്ലി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാലോ, മാർക്കറ്റിൽ ബൈ വരും. കൂടാതെ DIS മാർക്കറ്റിൽ ബൈയേഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നിഫ്റ്റി ഇത്രയും അപ്പാവാൻ അധികം സമയം വേണ്ട എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്നലെ FIS 1,794 കോടിയുടെ സെല്ല് നടത്തി. DIS 3,812 കോടിയുടെ ബൈ നടത്തി. ഇന്ത്യയിൽ ഇനി ഉള്ള ബഡ്ജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് ബഡ്ജറ്റിൽ ഊന്നൽ നൽകും എന്നുള്ളത് ഒരു പോസിറ്റീവായ കാര്യമാണ്. ഇന്ത്യയുടെ GDPയിൽ വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരും എന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഡബിൾ ഡിഫ്ലേഷൻ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ GDPയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. കേന്ദ്ര ബാങ്കുകൾ യൂറോയിലും അതുമാതിരി തന്നെ ഡോളറിലും നിക്ഷേപം നിർത്തിയെന്നല്ല കുറച്ച് വരുന്നു എന്നുള്ളത് ഇന്ത്യൻ റുപ്പിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അത് ഡോളറിന് ഒരു തളർച്ച നേരിട്ടേക്കാം. ഇന്ത്യൻ റുപ്പിക്ക് അത് ഗുണകരമാകും. ഇന്ത്യൻ റുപ്പി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഡോളറിനെതിരെ 89.65 എന്ന രീതിയിലാണ്. നമുക്കറിയാം 91 പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു റിക്കവറി വന്നിട്ടുണ്ട്. ഇനി കൂടാതെ BSEയുടെ ഭാഗത്തു നിന്നും പുതിയ മന്ത്ലി ഇൻഡെക്സ് ഓപ്ഷൻ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വീക്കിൽ അങ്ങനെ കുറേ ന്യൂസ് വന്നിരുന്നു, പുതിയ ഇൻഡെക്സ് മന്ത്ലി ഇൻഡെക്സുകൾ പുതിയത് വരുമെന്നൊക്കെ. പക്ഷേ ഈ വെള്ളിയാഴ്ച മുതൽ ബാങ്ക് ഇൻഡെക്സിൽ മാറ്റം ഉണ്ടാകും എന്നുള്ളത് BSEയുടെ ഭാഗത്തു നിന്നും ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് പോവാം. ആദ്യം തന്നെ ആദ്യത്തെ ഒരു സ്റ്റോക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതിരോധ മേഖലയിൽ നിന്നുള്ള ഒരു സ്റ്റോക്കിൻ്റെ ന്യൂസ് പറയാം. നമ്മുടെ ബ്രഹ്മോസ്, നമ്മളറിയാലോ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളുടെ കാര്യം അറിയാം നമുക്ക്. അപ്പോൾ അത് നമുക്ക് വിയറ്റ്നാമിലേക്കും ഇന്തോനേഷ്യയിലേക്കും 4,000 കോടി രൂപയുടെ പുതിയ ഒരു കരാറ് ബ്രഹ്മോസ് വാങ്ങാനായിട്ടുള്ള കരാറ് ഈ അടുത്ത് സൈൻ ചെയ്യും എന്നുള്ള ന്യൂസ് ഉണ്ട്. ബ്രഹ്മോസ് നമുക്കറിയാം ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മിസൈലാണ്. ഏകദേശം 290 കിലോമീറ്റർ നമുക്ക് ലക്ഷ്യം വെച്ചിട്ട് നമുക്കതിനെ ഇവിടെ നിന്ന് ലക്ഷ്യം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക മിസൈലാണ് നമ്മുടെ ബ്രഹ്മോസ്. അപ്പോൾ അത് ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ നിന്നും ആദ്യം വാങ്ങിയിട്ടുള്ളത് ഫിലിപ്പീൻസാണ് ആദ്യമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് മെയിനായിട്ടും ചൈനയുടെ ആധിപത്യം അതിനൊക്കെ തകർക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രതിരോധമായിട്ട് മറ്റ് രാജ്യങ്ങൾ കയ്യിൽ വെക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ന്യൂസാണ്. പേടിഎം UAE അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് പോസിറ്റീവാണ്. സിപ്ല അവർ നീഡ്ലെസ് ഇൻസുലിൻ പുതിയ ബിസിനസ് അവർ പുതിയ ഒരു എന്താ പറയുക നീഡ്ലെസ് ഇൻസുലിൻ അവർ ഇറക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവാണ്. L&T BPCL ആയിട്ട് ഹൈഡ്രോ കാർബൺ പുതിയ ബിസിനസ് അവർ സൈൻ ചെയ്യുന്നുണ്ട്. നൈക്കനെ മോത്തിലാൽ ഒസ്വാൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ന്യൂസാണ്. മെസഗോൺ 1 ലക്ഷം കോടി രൂപയുടെ
പുതിയ ഓർഡർ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഹുണ്ടായി മോട്ടോഴ്സ് അവർ ICCI പ്രീമിയർ ആയിട്ട് പുതിയ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു എന്നുള്ളൊരു പോസ്റ്റ് ന്യൂസാണ്. ബെൽറൈസ് ഇൻഡസ്ട്രീസ് നമ്മൾ ഈയിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ബെൽറൈസ് ഇൻഡസ്ട്രീസ്. അവർ ഡിഫൻസിൽ നിന്ന് ഭാഗത്ത് നിന്ന് നമുക്കൊരു ഓർഡർ കിട്ടി. കൂടാതെ ബ്ലാക്ക് റോക്ക് അവരുടെ സ്റ്റേക്ക് 0.79% ബെൽറൈസിൽ ഇൻക്രീസ് ചെയ്തു. ശക്തി പമ്പ് 357 കോടി രൂപയുടെ പുതിയ ഓർഡർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് 2-3 ഡേയ്സ് ആയിട്ട് നമുക്ക് കാണാം റെയിൽവേ സ്റ്റോക്കിൽ ഒരു റാലി നടന്നിരുന്നു. IRFC, RVNL, അതുമാതിരി തന്നെ JWL ഒക്കെ ഏകദേശം 30% മേലെ JWL കയറിയിരുന്നു. ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കിൻ്റെ ന്യൂസ് ഉള്ളത് ടാറ്റ മോട്ടറാണ്. ടാറ്റ മോട്ടറിൽ നമ്മളൊരു ബൈ കണ്ടിരുന്നു. ടാറ്റ മോട്ടർ 5 EV വെഹിക്കിൾസ് പുതിയതായിട്ട് 2030 ലോഞ്ച് ചെയ്യും എന്നുള്ളതൊരു പോസിറ്റീവ് ന്യൂസാണ്. നമുക്ക് ഈ ടാറ്റ മോട്ടേഴ്സും മഹേന്ദ്രയുമാണ് EV സെക്ടറിൽ വലിയൊരു മത്സരം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ അവരുടെ ഈ 5 പുതിയ EVകൾ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അവർക്ക് നടത്താൻ കഴിയുമെന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മീഷോ ഗ്രോ പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കാണ് മീഷോ അതിൻ്റെ അപ്പിൽ നിന്നും 30% ഡൗണിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ മാത്രം സ്റ്റോക്ക് ഏകദേശം 7% ഡൗൺ ആയിരുന്നു. അജന്ത ഫാർമ ബയോകോൺ ആയിട്ടൊരു പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടാറ്റ സ്റ്റീല് അവർ ടാറ്റ ബ്ലൂസ്കോപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ ബിസിനസ് തുടങ്ങാനായിട്ട് അതിൻ്റെ 50% സ്റ്റേക്ക് അവർ എക്വയർ ചെയ്തു. ഒരു പോസിറ്റീവ് ന്യൂസാണ്. എംകെയർ ഫാർമ അവർക്ക് US-ൻ്റെ ഡ്രഗ് ഇൻസ്പെക്ഷൻ്റെ ഭാഗത്ത് ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. ഇഷ്യൂസ് ഒന്നും റേസ് ചെയ്തില്ല എന്നുള്ളതൊരു പോസിറ്റീവ് ന്യൂസാണ്. അദാനി പോർട്ട് അവർ ഓസ്ട്രേലിയയിൽ പുതിയൊരു തെർമൽ കമ്പനി അവർ എക്വയർ ചെയ്തു. ഒരു പോസിറ്റീവായ ന്യൂസാണ് അദാനി പോർട്ടിൻ്റെ ഭാഗത്തു നിന്നും. ഗെയില് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റായിട്ട് ഒരു ഗ്രീൻഫീൽഡ് ഫെർട്ടിലൈസർ ഗ്യാസ് പ്രൊജക്റ്റുമായിട്ട് അവർ പുതിയൊരു ബിസിനസ് അവർ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റായിട്ട് സൈൻ ചെയ്തു എന്നുള്ളതും ഒരു പോസിറ്റീവ് ന്യൂസാണ്. നമ്മൾ മാർക്കറ്റിൽ ലഭ്യമായ ന്യൂസുകൾ മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യണത്. ഒരിക്കലും ഒരു ബൈ സെൽ റെക്കമെൻഷൻ ഒന്നും നമ്മൾ ചെയ്യാറില്ല. മാർക്കറ്റിൽ ഓൾറെഡി നിങ്ങൾക്കെല്ലാം കണ്ടും കേട്ടും പരിചയമുള്ള വാർത്തകളാണ് കൂടുതലും ഷെയർ ചെയ്യുന്നത്. കൂടാതെ ഒരു ന്യൂസ് ഉള്ളത് സാംസങ് അവരുടെ വൈറ്റ് ഫോൾഡ് ഫോൺ 2026 പകുതിയോടുകൂടി പുറത്തിറക്കുമെന്ന് ന്യൂസ് ഉണ്ട്. ആപ്പിളും 2026 അവരുടെ ഫോൾഡ് ഫോൺ ഇറക്കുമെന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ന്യൂസും എല്ലാ കാര്യങ്ങളും താഴെ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഓഹരിയുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക.